പ്രജിൻ കഴിഞ്ഞ 4 മണിക്കൂറിലധികമായി ഈ പാരിപ്പള്ളിയിൽ ജനം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും പാരിപ്പള്ളിയിലേക്ക് എപ്പോഴെത്തുമെന്ന് ജനം ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും VS-നായി കാത്തിരുന്ന വലിയ ജനവിഭാഗത്തെയാണ് നാം ഇവിടെ എല്ലാം കണ്ടത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പാരിപ്പള്ളി പിന്നിട്ട് കൊട്ടിയത്തേക്ക് ഈ VS-യുമായുള്ള വിലാപയാത്ര പോവുകയാണ്. ഈ പാരിപ്പള്ളി പിന്നിട്ട് കൊട്ടിയത്തേക്ക് പോകുമ്പോഴും ഈ വാഹനത്തിന് പിന്നാലെ ഓടുന്നവരുണ്ട്. ഈ വാഹനത്തിന് പിന്നാലെ ഒരു നോക്ക് VS-നെ കാണാൻ വേണ്ടി സഞ്ചരിക്കുന്നവരുണ്ട്. ബൈക്കുകളിലും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലുമെല്ലാം VS-ന് പിന്നാലെ സഞ്ചരിക്കുന്നവരുടെ എണ്ണം അങ്ങനെ തുടരുകയാണ്. ഈ ഫ്ലൈ ഓവറിലടക്കം ദൂരെ നിന്നുകൊണ്ടെങ്കിലും VS-നെ ഒന്ന് കാണാൻ ശ്രമിക്കുന്നവരെങ്കിലും ഇതിലുണ്ട്. ജീവിതത്തെ അത്രമേൽ സമരനിഷ്ഠമാക്കിയ പോരാട്ടത്തെ ജീവവായു പോലെ മൂല്യവത്താക്കിയ ഒരാളുടെ വിയോഗമാണ്. അതുകൊണ്ട് അവർക്കത് ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. ഒരിക്കലും അത് അവരുടെ ഹൃദയത്തിലേക്ക് ആ മുഖം വീണ്ടും വീണ്ടും ആഴത്തിൽ അത്രമേൽ പതിപ്പിക്കുവാനുള്ള ശ്രമമാണ്. ഈ സൈഡിൽ റോഡിന്റെ ഇരുവശത്തും നിന്നുകൊണ്ട് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നവരും കാണാം. അതിൽ പ്രായഭേദമില്ല. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ആഭാരബദ്ധം ജനങ്ങളെല്ലാം റോഡിലേക്ക് ഇറങ്ങി ഈ കോരിച്ചെറിയുന്ന മഴയത്തും VS-നൊരു യാത്രയയപ്പ് അവസാനമായി VS കടന്നു പോവുകയാണ്. കാരണം 6 പതിറ്റാണ്ടു കാലത്തെ തലസ്ഥാനത്തെ ജീവിതം, അതിനിടയിൽ നിരവധിയായ തവണ കൊല്ലത്തെ സംബന്ധിച്ച് VS-ന് വൈകാരികമായ ബന്ധമുള്ള വൈകാരികമായ ഇഴയെടുപ്പമുള്ള നാടാണ് കൊല്ലം. കാരണം കൊല്ലത്തിന്റെ ഓരോ മണ്ണിലും VS-നോടൊപ്പം എല്ലാ ഘട്ടത്തിലും VS-ന്റെ പ്രതിസന്ധിയിലും ഒപ്പം ചേർന്ന് നിന്നവരുടെ നാടാണ്. അതുകൊണ്ട് VS-നെ വൈകാരികമായി തന്നെ VS-നോട് അടുപ്പമുള്ള വലിയ ജനവിഭാഗമുള്ള സ്ഥലമാണ് കൊല്ലം. ഇവിടെ നിന്ന് ഈ കൊല്ലം ജില്ലാ അതിർത്തി വിട്ടുപോവുക, അത് ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഇത്രയധികം ജനം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കൊട്ടിയത്തെത്തുമ്പോഴും അതുപോലെ തന്നെ കൊല്ലത്തെത്തുമ്പോഴും ഇത് കൂടുതൽ ജനങ്ങൾ ഈ റോഡിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയായിരിക്കും. കാരണം VS അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അവർക്കെല്ലാം തന്നെ. VS-ന്റെ ഒരു തവണയെങ്കിലും VS-ന്റെ ആ സ്നേഹ വായ്പ് അറിയാത്തവരായി കൊല്ലത്തുകാർ ഉണ്ടാകില്ല. അതിൽ പ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പോലും VS ഉണ്ട്, VS ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു പലരുടെയും ഏക ആശ്വാസവും ആശ്രയവും. എപ്പോഴും ഈ കൊല്ലത്തിന്റെ മണ്ണിലെത്തുമ്പോഴെല്ലാം നീട്ടിയും കുറുക്കിയുമുള്ള ആ VS-ന്റെ സ്ഥിരം ശൈലി അത് ജനങ്ങളെ കൂടുതൽ ആവേശപുളകിതരാക്കിയിരുന്നു. ഇന്ന് VS നിശ്ചലനാണ്. ഇന്ന് VS മടങ്ങുമ്പോൾ തിരിച്ച് തന്റെ പ്രിയപ്പെട്ടവരോട് ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ അവരെ ഒന്ന് പുഞ്ചിരിച്ചു പോലും കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പക്ഷേ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കടന്നു പോകുമ്പോൾ ആ യാത്ര കൂടുതൽ മനോഹരമാക്കുവാൻ ആ പ്രിയ സഖാവിന്റെ ആ യാത്രയിൽ കൂടുതൽ പേർ ഇങ്ങനെ ഒഴുകിയെത്തുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന്, പുനലൂരിൽ നിന്നടക്കം പല സ്ഥലങ്ങളിൽ നിന്നും, കടയ്ക്കൽ, പുനലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പാരിപ്പള്ളിയിലേക്ക് എത്തിയവരുടെ എണ്ണമുണ്ട്. ഇനി കൊട്ടിയം കഴിഞ്ഞാൽ കൊല്ലത്തൊക്കെ വളരെ നേരത്തെ തന്നെ, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ചിന്നക്കട ബസ്മയടക്കം നിറഞ്ഞു നിൽക്കുന്ന വലിയ ജനസമൂഹത്തെ നമ്മൾ കണ്ടതാണ്. എന്തായാലും കൊല്ലത്ത് VS-ന്റെ വൈകാരികമായ ബന്ധമുള്ള, VS-നൊപ്പം സഞ്ചരിച്ച ജയമേഴ്സിക്കുട്ടിയമ്മയും KN ബാലഗോപാലും PK ഗുരുദാസിനും അടക്കമുള്ള വലിയ നേതൃനിരയുള്ള VS വിഭാഗീയ കാലഘട്ടത്തിൽ പോലും VS-നെ ചേർത്ത് പിടിച്ച, VS-നൊപ്പം നിന്ന, VS-ന്റെ മണ്ണായി മാറിയ സ്ഥലമാണ് ശൂരനാടും കുന്നത്തൂരും കൊല്ലവും ഓച്ചിറയും കരുനാഗപ്പള്ളിയും അതുപോലെ കുണ്ടറയുമെല്ലാം VS പക്ഷക്കാരുണ്ടെന്ന് CPM-ന് തന്നെ സമ്മതിക്കേണ്ടി വന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് VS കടന്നു പോകുമ്പോൾ അത് വൈകാരികമാകുന്നു, കൂടുതൽ ഹൃദയത്തെ നടുക്കുന്നതാണ്. കാരണം ഹൃദയഭേദകമായ ഒരു യാത്രയാണ്. തങ്ങളുടെ പ്രിയ സഖാവ് ഇങ്ങനെയൊരു യാത്ര പോകുമ്പോൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവർക്ക് കാണാതിരിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് അവരെല്ലാം വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ വാഹനങ്ങളിലെല്ലാം എത്തി ഒരു നോക്കെങ്കിലും VS-നെ കാണാൻ ശ്രമിക്കുന്നത്. VS അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ഓരോരുത്തർക്കും. വേലിക്കകത്ത് ശങ്കരൻ അച്യുതൻ എന്ന VS ഒരിക്കലും ആ വേലിക്കെട്ടുകൾ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിരുന്നില്ല. ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടാണ് പോരാട്ടത്തിന്റെ വേദി തുറക്കുകയും ചെയ്തത്. വിശ്രമവേളകളിലില്ലാതെ തന്റെ വലിയ പ്രായത്തിനിടയിലും ആ പ്രായം പോലും മാനിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി, സ്ത്രീ പരിസ്ഥിതി പക്ഷപാതത്തിനു വേണ്ടി നിരന്തരമായി പോരാടിയ വ്യക്തിയാണ് VS. അതുകൊണ്ട് തന്നെ VS ജനഹൃദയങ്ങളിൽ എന്നും നിലകൊള്ളും. പലപ്പോഴും പാർട്ടിയുടെ വിലക്കുകൾക്കപ്പുറം, അതിനപ്പുറം ജനങ്ങളെ സ്നേഹിക്കുകയും ജനകീയ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിലപാടെടുക്കുകയും ചെയ്ത VS-ന് അത്രമേൽ ജനം ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് നമ്മൾ ഈ തിരുവനന്തപുരം അടക്കം കണ്ടത്.
CPM നിശ്ചയിച്ച എല്ലാ സമയക്രമങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വിലാപയാത്ര കടന്നു പോകുന്നത്. 6 മണിക്കൂർ കൊണ്ട് ആലപ്പുഴയിൽ എത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ CPM കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. CPMന്റെ കേഡർ സംവിധാനം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ അത് 11 മണിക്കൂറായി. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല വിടുമ്പോൾ മാത്രം അത്രയേറെ സമയം 11 മണിക്കൂർ കഴിയുന്നു. ഇനി കൊല്ലവും കടന്ന് കായംകുളത്തേക്ക് എത്തുമ്പോൾ ഇനി സ്ഥിതി മറ്റൊന്നായി മാറും. കാരണം VSന്റെ വേരോട്ടമുള്ള, VSന് അത്രമേലാഴത്തിൽ ബന്ധങ്ങളുള്ള, VS ചവിട്ടി ഉറപ്പിച്ച മണ്ണാണിത്. സ്വാഭാവികമായും ഇവിടേക്ക് എത്തുന്ന, ഒഴുകിയെത്തുന്ന ജനങ്ങളുടെ എണ്ണം അത് എത്രത്തോളമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി കണ്ടറിയേണ്ടത്. VSനെ അത്രമേൽ സ്നേഹിക്കുന്നവർ, അത്രമേൽ ആഴത്തിൽ VSുമായി ഇഴയെടുപ്പമുള്ളവർ, ആ നേതൃനിര മുഴുവനായി അത് പ്രായഭേദമില്ലാതെ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ചെറുപ്പക്കാരുടെ എണ്ണമാണ് പ്രജിൻ ആവേശം നമുക്കുണ്ടാക്കി തരുന്നത്. കാരണം VS ചെറുപ്പക്കാർക്ക് ഇത്രയധികം ആവേശത്തിന് ഇട നൽകിയിരുന്നോ? VSന്റെ ആശയങ്ങൾ, VSന്റെ സംസാരങ്ങൾ ചെറുപ്പക്കാരെ, യുവാക്കളെ ഇത്രയധികം ആകർഷിച്ചിരുന്നോ എന്ന് നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. സ്ത്രീകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച നേതാവാണ്. പലപ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കരയുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഈ തെരുവിലേക്ക് ഇറങ്ങി വന്ന് ഈ നാഷണൽ ഹൈവേയുടെ ഇരുവശത്ത് നിന്നുകൊണ്ട് VSന് തങ്ങളുടെ യാത്രയയപ്പ് നൽകുകയാണ്. ആ യാത്രയയപ്പാണ് ഈ കൊല്ലം ജില്ലാ അതിർത്തി പാരിപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ കൊട്ടിയത്തേക്ക് നീങ്ങുന്നത്. കൊല്ലത്തേക്ക് കടന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ആ ശക്തമായ മഴ, ആ മഴയെ അതിജീവിച്ചും പ്രവർത്തകർ ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നു എന്നാണ് അരുൺരാജ് അവിടെ നൽകിയ ഏറ്റവും പുതിയ വിവരങ്ങൾ. ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ള മന്ത്രിമാരുടെ നാട് കൂടിയാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ VSന് ഒരുപാട് സ്വാധീനമുള്ള മേഖലയാണ് എന്നുകൂടി നമുക്കറിയാവുന്നതാണ്. പക്ഷേ കൊല്ലത്ത് ഈ മഴയത്തും അതുപോലെ തന്നെ VSനെ കാണാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ അവിടെ കാത്തു നിൽക്കുകയാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി. ഇനി കടന്നു പോകാനുള്ള വഴികൾ ഏതൊക്കെയാണ് എന്നുകൂടി പെട്ടെന്നൊന്ന് നമുക്ക് നോക്കാം. ഇനി പാരിപ്പള്ളി, അത് കഴിഞ്ഞ് ചാത്തന്നൂർ, കൊട്ടിയം, ചിന്നക്കട ബസ് ബേ, കാവനാട്, ചവറ ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളി, ഓച്ചിറ എന്നീ സ്ഥലങ്ങളാണ് കൊല്ലം ജില്ലയിൽ ഇനി ഉള്ളത്. അത് താണ്ടി വേണം ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കാൻ. അവിടെയും ഉണ്ട് ചില സ്ഥലങ്ങൾ. അവിടെ KPC ജംഗ്ഷനുണ്ട്, കായംകുളം GDM ഓഡിറ്റോറിയം ഉണ്ട്, കരിലക്കുളങ്ങരയുണ്ട്, നങ്ങ്യാർകുളങ്ങരയുണ്ട്, ഹരിപ്പാടുണ്ട്, കരുവാറ്റ, തോട്ടപ്പള്ളി, അമ്പലപ്പുഴ, കച്ചേരിമുക്ക്, വണ്ടാനം ആശുപത്രി ജംഗ്ഷൻ, പിന്നീട് VSന്റെ വേലിക്കകത്ത് വീട്ടിൽ എത്തും. ഇങ്ങനെയാണ് നിലവിലെ പ്ലാൻ. ആ പ്ലാൻ പ്രകാരമാണ് യാത്ര. എങ്കിലും എപ്പോൾ അവിടെ എത്തിച്ചേരുമെന്നൊന്നും ഇനി പറയുക വയ്യ. കാരണം ഇതിനോടകം തന്നെ 11ാം മണിക്കൂറിലേക്ക് കടന്നിട്ടുണ്ട്. വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടതാണ്, 2:15 പുറപ്പെട്ടതാണ്. പക്ഷേ ആ യാത്ര വളരെ സാവധാനം മാത്രമാണ് നീങ്ങുന്നത്. ഇനിയിപ്പോൾ മഴ കൂടിയുള്ള സ്ഥിതിക്ക് ഇനി തുടരങ്ങോട്ടുള്ള യാത്ര അത് എങ്ങനെയെന്നൊക്കെ കണ്ടറിയണം. കാരണം ഓരോ ഇടങ്ങളിലും മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പാർട്ടി പ്രവർത്തകർക്ക് കഴിയില്ല. കാരണം പ്രിയ സഖാവിനെ കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളായി ഈ കനത്ത മഴയിലും. അവിടെ പ്രവർത്തകരും നാട്ടുകാരും ജനങ്ങളും എല്ലാം തന്നെ അത്രമേൽ പ്രിയപ്പെട്ട ഒരു നേതാവിന് അന്ത്യാഭിവാദ്യം നൽകുകയാണ് രാഷ്ട്രീയ കേരളം. ഒരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഈ രീതിയിൽ തന്നെയാണ് അന്ത്യയാത്ര നൽകേണ്ടത് എന്ന ബോധ്യം പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ വലിയ അഭിവാദ്യങ്ങൾ അവരുടെ മുദ്രാവാക്യങ്ങളിൽ നിറയുന്നത്. കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായി കേരളം കേട്ട മുദ്രാവാക്യം അത് വീണ്ടും ഒരിക്കൽ കൂടി കണ്ഠമിടറിക്കൊണ്ട് അവിടെ പ്രവർത്തകർ വിളിക്കുകയാണ്. കണ്ണേ കരളേ VSA എന്നുള്ള മുദ്രാവാക്യം. അത് പിന്നീട് വീണ്ടും മുഴങ്ങി കേൾക്കുന്നു പലയിടങ്ങളിൽ നിന്നായി. പുന്നപ്രയുടെ മണിമുത്തേ എന്നുള്ള മുദ്രാവാക്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. കേരള മണ്ണിൻ കൺമണി എന്ന മുദ്രാവാക്യം നമ്മൾ കേൾക്കുന്നു. അങ്ങനെ പണ്ട് ഈ പറയുന്ന 80 വർഷം ഉള്ള രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ പാരമ്പര്യമുള്ള VS എന്ന നേതാവ് പടിയിറങ്ങുമ്പോൾ അല്ലെങ്കിൽ വിട പറയുമ്പോൾ അന്നൊക്കെ കേട്ട മുദ്രാവാക്യങ്ങൾ ഏറ്റവും അവസാനം എന്ന രീതിയിൽ അവിടെ കണ്ഠമിടറി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവിടെ പ്രവർത്തകർ വിളിക്കുകയാണ്. VSനെ അന്ത്യാഭിവാദ്യം നൽകുകയുമാണ്. ഒരു വലിയ വാഹനനിര തന്നെ ഈ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആ വാഹനങ്ങളെല്ലാം ഈ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. അവിടെ പ്രവർത്തകരുണ്ട്. ആ വാഹനത്തിനകത്ത് മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞു. നാളെ അവിടുത്തെ പൊതുദർശനം, അതിന് പിന്നീട് സംസ്കാര ചടങ്ങുകൾ, ഇതിനെല്ലാം നേതൃത്വം നൽകുക പാർട്ടിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് അവിടെ എത്തിയിട്ടുമുണ്ട്.